വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ആവിയിൽ കുക്ക് ചെയ്തെടുത്ത ഭക്ഷണത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് നമുക്കെല്ലാവർക്കും. അതൊരു എപ്പിസോഡായിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇനി തുടർന്നുള്ള എപ്പിസോഡിലും ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീം ഫുഡ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ എപ്പിസോഡും മിസ്സാകാതെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നിലക്കടലയാണ്. തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം അതിനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിലക്കടലയല്ല നിങ്ങളുടെ കയ്യിൽ കശുവണ്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നിലക്കടലയുടെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതായത് ഏത്തപ്പഴത്തിനെ 4 കീറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ്. ഇതിനെ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്നു പോവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും. ഏത്തപ്പഴമായത് കാരണം ചൂടത്ത് കിടന്ന് നന്നായിട്ട് കുഴഞ്ഞു പോകും. അതിനു മുന്നേ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 8 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ല എങ്കിൽ മുഴുവൻ ശർക്കര ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏത്തപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉള്ളതാണ്. ഇപ്പം മധുരം ഒരുപാട് ആവശ്യമില്ലാത്തവർ ഒത്തിരി ശർക്കര ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ശർക്കരയിൽ കിടന്ന് ഏത്തപ്പഴം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി മാറ്റി വെക്കാം. തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിംഗ് ആണ് ഇത്. ഈ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഞാൻ ഇതിൽ നിന്നും ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാം. നെയ്യിൽ നിങ്ങൾക്ക് നിലക്കടലയോടൊപ്പം തന്നെ കശുവണ്ടി വറുത്തതും അതേപോലെ തന്നെ ബദാം ക്രഷ് ചെയ്തെടുത്തതും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇനി ആ സെയിം കടായിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ കപ്പിലാണ് 2.5 ഗ്ലാസ് അളന്ന വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ കറുത്ത എള്ള് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് അതായത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഇലയടയ്ക്ക് അത്യാവശ്യം മധുരം വേണ്ടത് കാരണം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ അളന്നെടുത്ത് 1 ഗ്ലാസ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയുണ്ടെങ്കിൽ വറുത്ത റവയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഏത് കപ്പിലാണോ അളന്ന് വെള്ളം എടുത്തിട്ടുള്ളത് ആ സെയിം കപ്പിൽ തന്നെ റവയും എടുക്കണം. ഇപ്പം ഞാൻ 2.5 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവ എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തിളച്ചതിന് ശേഷം വേണം റവ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക.
ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് അതിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവത്തിലേക്ക് എത്തണം. ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട്. ഇത് നന്നായിട്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം ഒരു 1/4 ഭാഗം വെള്ളം വലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരുന്നത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഫില്ലിങ്ങിന് വേണ്ടി ചേർത്ത് കഴിഞ്ഞു. ബാക്കിയുള്ള തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഇളക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെള്ളമെല്ലാം ഇതിൽ നിന്നും വലിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ കടായിയിൽ ഒട്ടിപ്പിടിക്കുന്നേയില്ല. ഇത് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ചിട്ട് റവ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. ഇപ്പം മധുരം കുറവായത് കാരണം ഞാൻ വീണ്ടും കുറച്ചും കൂടെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ചൂടോട് കൂടിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. മധുരവോ ഉപ്പോ എന്തെങ്കിലും കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചൂടാറാനായിട്ട് അനുവദിക്കുക. ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ മൈദാമാവ് കുഴക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. അത്രയും സോഫ്റ്റ് ആയിരിക്കണം. ഇനി വാഴയിലയാണ് വേണ്ടത്. വാഴയില 2ആയിട്ട് നെടുകെ കട്ട് ചെയ്യണം. എന്നിട്ട് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യണം. ഈ ഒരു വീതിയിലും നീളത്തിലുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഇലയൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമയെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമ്മൾ ഇതിനെ അത്യാവശ്യം വലിയൊരു റൗണ്ടിലാണ് ഉരുളയാക്കി എടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇതേപോലെ ഇലയിൽ വെച്ചിട്ട് തന്നെ നെക്കി പരത്തിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യൊന്ന് നമ്മൾ കയ്യിൽ പുരട്ടി അതിലും കൂടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ ഒട്ടിപ്പിടിക്കത്തുമില്ല. പെട്ടെന്ന് തന്നെ അത് റൗണ്ടിൽ കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നടുക്കായിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ആ ഏത്തപ്പഴത്തിൻ്റെ മിക്സിങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. നടുക്കിൽ ഇങ്ങനെ റൗണ്ടിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ എന്നിട്ട് ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇലയോട് കൂടിയിട്ടല്ല റോൾ ചെയ്തെടുക്കുന്നത്, ഇത് മാത്രമായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. നെയ്യ് ചേർത്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് അതിങ്ങ് വിട്ടുവരും. റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡും അത് ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ്. അതിനെ ഒന്ന് നമ്മൾ കൈയും കൊണ്ട് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. ക്ലോസ് ചെയ്തില്ലെങ്കിൽ ആ ഫില്ലിംഗ് ഒക്കെ ആവി കയറുന്ന സമയത്ത് ഒഴുകിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും ഇലയിൽ വെച്ചിട്ട് ഇലയോട് കൂടിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇതൊന്ന് ആവി കയറിക്കോളും. സ്റ്റീമറിലേക്ക് ഇതെല്ലാം അടുക്കി വെച്ച് കൊടുക്കുക. ഞാനിവിടെ മൊത്തം 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. 6 എണ്ണത്തിനെ ഇതേപോലെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ലിഡ് കൊണ്ട് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഇതിനെ ഒരുപാട് നേരം ഒന്നും ആവി കയറ്റേണ്ട കാര്യമില്ല. നമ്മുടെ ഫില്ലിംഗ് ആണെങ്കിലും റവയാണെങ്കിലും എല്ലാം കുക്ക് ചെയ്തെടുത്ത സാധനങ്ങളാണ്, എല്ലാം വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇതിനെ ഒരുപാട് നേരം ഒന്നും ഇനി ആവിയിൽ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെല്ലാം ഒന്ന് സെറ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. ഒരു 10 മുതൽ 15 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടെന്ന് ആവി കയറ്റിയെടുത്താൽ മതിയാകും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഓപ്പൺ ആക്കി നോക്കി. ഇത് ആവിയിലിരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഇലയുടെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. റവ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം വളരെ സോഫ്റ്റ് ആണ്. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും വളരെയധികം ടേസ്റ്റ് നൽകുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഇലയുടെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഒരു സ്റ്റീം ഫുഡ് റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.